കുഞ്ഞുങ്ങൾ രണ്ടോ മൂന്നോ വേണമെന്ന് ആഗ്രഹിച്ചോളൂ. പക്ഷേ ആദ്യ പ്രസവം കഴിഞ്ഞ ഭാര്യയുടെയും ജനിച്ച കുഞ്ഞിന്റെയും ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഇത്തിരി പരിഗണന നൽകാൻ പാർട്ട്ണർക്ക് ബാധ്യതയില്ലേ? അടുത്ത പ്രഗ്നൻസിക്ക് മുൻപായി ഒരു സ്പേസ് അത് അനിവാര്യമാണ്. ഗർഭകാലത്ത് മുലയൂട്ടുന്ന സമയത്തുമായി ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ന്യൂട്രീഷൻ ഡെഫിസിറ്റ്, ഇമ്മ്യൂണിറ്റി ലോസ്, കൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ ഇവയൊക്കെ സോൾവ് ചെയ്തൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ടൈം അതൊരു സ്ത്രീയുടെ അവകാശവുമാണ്. എങ്ങനെയാണ് ഈ ഹെൽത്തി സ്പേസിംഗ് ഉണ്ടാവുന്നത്? പ്രസവശേഷം മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മയ്ക്ക് ഫസ്റ്റ് പീരീഡ്സ് ഡിലേഡ് ആവാറില്ലേ? അതൊരു നാച്ചുറൽ സേഫ്റ്റിയാണ്. എന്നാൽ പീരീഡ്സ് ആവുന്നതോടെ അവൾ അറിയേണ്ടത് താൻ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പ്രാപ്തയാണെന്നും അത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങളുമാണ്. ആർക്കൊക്കെ എന്തൊക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം? ഹസ്ബൻഡ് ഇടയ്ക്ക് മാത്രം വീട്ടിൽ വരുന്ന ആളാണെങ്കിൽ സിമ്പിൾ ആൻഡ് സേഫായി യൂസ് ചെയ്യാവുന്നതാണ് കോണ്ടംസ് അഥവാ ബാരിയർ മെത്തേഡ്സ്. ഇത് പീരീഡ്സിനെ ബാധിക്കുന്നില്ല, മാത്രമല്ല ഇൻഫെക്ഷൻസ്, ലൈംഗിക രോഗങ്ങളൊക്കെ തടയാനും അത്യുത്തമമാണ്. വർഷത്തിൽ 2-3 മാസത്തേക്ക് വിദേശത്തു നിന്ന് വരുന്ന പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇത് 21 ദിവസമുള്ള പിൽസ് ആയിട്ടും 3 മാസം വരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സിംഗിൾ ഡോസ് ഇഞ്ചക്ഷൻസ് ആയിട്ടും ഇവിടെ അവൈലബിൾ ആണ്. ഇനി പാർട്ട്ണറുമായി ഒന്നിച്ച് ജീവിക്കുന്നവർക്കുള്ള ഓപ്ഷനാണ് കോപ്പർട്ടി പോലുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഒറ്റത്തവണ ഗർഭപാത്രത്തിൽ ഇട്ടാൽ 5 മുതൽ 10 വർഷം വരെ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള സേഫ് മെത്തേഡാണ്. ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് കഴിഞ്ഞ് ഐപിഎൽ പോലുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നത് ഒരു ഹെൽത്തി മെത്തേഡ് അല്ല, അതൊരു എമർജൻസി കോൺട്രാസെപ്ഷൻ മാത്രമാണ്. ഇവയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും സമൂഹത്തിലുള്ള മിഥ്യാധാരണകൾ മാറ്റാനും ഒരു ഗൈനക്കോളജി കൺസൾട്ട് ഇതിനായി മാത്രം മാറ്റിവെക്കുക. ഒരു അപ്രതീക്ഷിത ഗർഭം അലസിപ്പിക്കാൻ എടുക്കുന്ന ഒരു അൺനെസസറി കൺസൾട്ട് അവോയ്ഡ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കില്ലേ?